ഇല്ലാത്ത ഒരു കെട്ടിടത്തിലെ ഒരു ജനാല ഒരുപക്ഷെ ഈ പുസ്തകത്തിലൂടെ ഞാൻ തുറക്കുന്നു. അതിലൂടെ ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലായാൽ അതിനുള്ളിലുള്ളതും നമ്മുടെ തന്നെ സഹോദരികളാണ്, സഹോദരന്മാരാണ് എന്ന തിരിച്ചറിവുണ്ടായാൽ, അവർക്കൊരു ആപത്ത് വന്നാൽ അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ടായാൽ സഹായിക്കാൻ നമ്മളും തയ്യാറാകില്ലേ എന്നതാണ് എൻ്റെ ഉദ്ദേശം. ഞാൻ മറ്റ് ആത്മകഥകളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിൽ സാങ്കല്പിക പേരുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചില പേരുകൾ, ആശയുടെ പേരൊക്കെ കറക്റ്റ് ആശ എന്നിട്ടു, കുണ്ടുകുളം പിതാവിന്റെ പേര് കുണ്ടുകുളം നിട്ടു, തുമ്പുഴി പിതാവ് നിട്ടു. അങ്ങനെ ചില പേരുകൾ ഒഴിച്ച് മിക്കവാറും എല്ലാ പേരുകളും സാങ്കല്പിക പേരുകളാണ്. അത് ഭയം കൊണ്ടാണോ എന്നും റിപ്പോർട്ടേഴ്സ് ചോദിച്ചു. ഭയം എന്ന ഒരു അർത്ഥത്തിൽ പറയാം. ഒരാൾക്ക് മുറിവേൽക്കരുത് എന്ന ഒരു നിർബന്ധം എനിക്ക് ഉണ്ട്. ഇപ്പോൾ ഈ പുസ്തകം വായിച്ചാൽ അവനവനറിയാം ഞാൻ ആരെപ്പറ്റിയാണ് എഴുതിയതെന്ന്. മറ്റുള്ളവർക്ക് ചിലപ്പോൾ അറിയാൻ പറ്റില്ല, പേര് മാറിയിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും രക്ഷപ്പെടണമെങ്കിൽ പറയാം, അത് ഞാനല്ല, എൻ്റെ പേര് അതല്ലല്ലോ എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ പഴുതുകൾ ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. മനഃപൂർവ്വം ആരെയും വ്യക്തിപരമായി വേദനിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നന്മ വേണം എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഉദ്ദേശം. ഈ പുസ്തകത്തിലൂടെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാകും. മതിലിനപ്പുറത്ത് ജീവിക്കുന്നവരും ഇപ്പുറത്ത് ജീവിക്കുന്നവരും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. നിങ്ങൾക്കുള്ള പകയും നിങ്ങൾക്കുള്ള അസൂയയും നിങ്ങൾക്കുള്ള അഹങ്കാരവും നിങ്ങൾക്കുള്ള സ്വാർത്ഥതയും നിങ്ങൾക്കുള്ള കുതികാൽ വെട്ടലും നിങ്ങൾ തമ്മിലുള്ള കുതികാൽ വെട്ടലും നിങ്ങൾക്കുള്ളിലുള്ള രാഷ്ട്രീയ ചേരിത്തിരിവുകളും എല്ലാം ഞങ്ങൾക്കും ഇപ്പോഴുണ്ട്. പണ്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഇത്ര ഉണ്ടായില്ലായിരിക്കാം. കാരണം അന്ന് ഈശോ ഉണ്ടായിരുന്നു ഞങ്ങളുടെ സഭയിൽ. ഇപ്പോൾ ഈശോ അങ്ങനെ അലിഞ്ഞലിഞ്ഞില്ലാതെയായി. എൻ്റെ കുട്ടികൾ ഓർക്കുട്ടിൽ എഴുതിയിട്ടുണ്ട്, ക്രിസ്തു എന്നേ സന്യാസ സഭകളിൽ നിന്ന് പടിയിറങ്ങിക്കഴിഞ്ഞു എന്ന്. അങ്ങനെ ക്രിസ്തു എന്നേ പടിയിറങ്ങിക്കഴിഞ്ഞ സന്യാസ സഭയിൽ പിന്നെ എന്തൊക്കെ സംഭവിക്കാം? അതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ക്രിസ്തു തിരിച്ചു വരണം എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഞാൻ ഈ സന്യാസത്തിലേക്ക് അറിവില്ലാതെ കാലെടുത്ത് വെച്ചവളല്ല, അബദ്ധത്താൽ വന്നവനല്ല. 17-ാം വയസ്സിലാണ് ചെന്നതെങ്കിലും എനിക്ക് 5 വർഷം ചിന്തിക്കാൻ സാധാരണ സിസ്റ്റേഴ്സിനേക്കാൾ കൂടുതൽ കിട്ടി. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നു. MA കഴിഞ്ഞിട്ടാണ് അടുത്ത സ്റ്റെപ്പ് വെച്ചത്. പക്ഷേ ഒരു ദൈവവിളിയിൽ യേശുവിന് വേണ്ടി ജീവിക്കണമെന്ന് വെച്ച് ഞാൻ കടന്നു ചെന്നു. ഇപ്പോൾ 33 വർഷങ്ങൾക്ക് ശേഷം ഞാൻ തിരിച്ചറിഞ്ഞു യേശുവിന് വേണ്ടി എനിക്ക് ജീവിക്കാൻ അവിടെ സാധിക്കുന്നില്ല എന്ന്. അവസാനം മനോരോഗിയായി മുദ്ര കുത്തപ്പെടുകയും കൂടി നിർബന്ധമായി എന്നിൽ മരുന്ന് കുത്തിവെക്കും എന്ന് ഉറപ്പായപ്പോൾ രക്ഷപ്പെടാനുള്ള ഒരു പരിശ്രമത്തിൽ ഞാൻ ഓടിപ്പോരുകയാണ് ചെയ്തത്. പക്ഷെ ആ രക്ഷപ്പെടുന്ന പരിശ്രമത്തിന് മുൻപും എനിക്കൊരു ദൈവവിളി ലഭിച്ചു. ഞാൻ യേശുവിനോട് തന്നെ നേരിട്ട് ചോദിച്ചു, എന്തിനാണ് ഈ പണി എന്നോട് ചെയ്തത്? ഈ 33 വർഷം ഇതിലേക്ക് എന്നെ വിളിച്ചു കൊണ്ടുവന്നത്. അപ്പോൾ യേശു പറഞ്ഞു, ഇത്രയും വർഷം കഴിഞ്ഞു, ഇനി നീ പുറത്തിറങ്ങണം. നിന്റെ CMC ജീവിതം കഴിഞ്ഞു. ഇനി പുറത്ത് നിനക്ക് ജോലിയുണ്ട്. ഇനി പുറത്ത് എനിക്കൊരു വിളി തന്നിട്ടുണ്ട്, എനിക്കൊരു ദൗത്യം തന്നിട്ടുണ്ട്. അബലകളായ അഭയമില്ലാത്ത സ്ത്രീകൾക്ക് നീ അഭയം കൊടുക്കണം. ഞാൻ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളിൽ വേദനിച്ചിരുന്നു. എനിക്ക് താമസിക്കാനൊരു സ്ഥലമില്ലാതെ. എൻ്റെ വീട്ടിൽ 8 ദിവസം ഞാൻ താമസിച്ചു. അവരെന്നെ ഒരു മുറിയിൽ ഏതാണ്ട് പൂട്ടിയിട്ടു. അയൽവക്കക്കാർ കാണാൻ പാടില്ല. വീട്ടിൽ ആരെങ്കിലും എൻ്റെ തന്നെ ബന്ധുക്കൾ വന്നാൽ എന്നെ കാണാൻ പാടില്ല. അപ്പോൾ ഞാൻ ലൈറ്റ് ഇടാൻ പാടില്ല. ഒരു മുറിയിൽ പൂട്ടിയിട്ട് ഞാൻ മണിക്കൂറുകളോളം അവിടെ ഒളിച്ചിരുന്നു. ശ്വാസം പോലും വിടാതെ, ചുമക്കാതെ, ശബ്ദമുണ്ടാക്കാതെ അങ്ങനെ ഇരിക്കാൻ അവരനുവദിക്കും. അങ്ങനെ 8 ദിവസം കഴിഞ്ഞു. ആ ഇരിപ്പ് ശരിയല്ലല്ലോ. എന്നോട് പറഞ്ഞു എൻ്റെ അമ്മ, വെള്ളസാരി ഉടുത്തൊരു കൊന്തയും ചൊല്ലി ഈ മൂലയിലിരുന്നാൽ മരണം വരെ ഇവിടെ കഴിയാം. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എനിക്ക് സന്യാസ സഭയിൽ മരുന്നും കഴിച്ച് അങ്ങനെ കഴിയാമായിരുന്നില്ലേ? ഞാൻ പുറത്തിറങ്ങിയത് എന്തിനാണ്? എനിക്ക് ഈശോ പ്രത്യേക ദൗത്യം തന്നിട്ടുണ്ട്. അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഒരു തരത്തിൽ അടിച്ചിറക്കി വിട്ടതുപോലെ വിട്ടപ്പോൾ ഞാനൊരു കൂട്ടുകാരിയുടെ വീട്ടിലിരുന്ന് ഉറക്കെ ഏങ്ങി കരഞ്ഞു. എന്നിട്ട് ഈശോയുടെ മുഖത്ത് നോക്കിയപ്പോൾ ഈശോ ചിരിച്ചുകൊണ്ട് എന്നോട് പറയുകയാണ്, ഞാൻ നിന്നെ ഫാമിലിയിൽ നിന്ന് കൂടി ഫ്രീ ആക്കിയതല്ലേ എന്ന്. ഞാൻ പറഞ്ഞു, വളരെ നന്നായിരിക്കുന്നു, ഇടിപൊളിയായിട്ട്, ഇത്രയും തന്നിട്ട് വേണോ എന്ന്. അപ്പോൾ എന്നെ ഫാമിലിയിൽ നിന്ന് കൂടി ഇപ്പോൾ ഈശോ ഫ്രീ ആക്കിയിരിക്കുകയാണ്. ഞാൻ സമൂഹത്തിൽ ഫ്രീ ആയി വ്യാപരിക്കുന്നു. എനിക്ക് വലിയൊരു ലക്ഷ്യമുണ്ട്, ചെയ്തു തുടങ്ങിയിട്ടില്ല. ഒരു പെൺകുട്ടിക്ക് അബലയായ ഒരു പെൺകുട്ടിക്ക് ഒരു രാത്രി ഉറങ്ങാൻ ഈ നാട്ടിൽ സ്ഥലമുണ്ടോ? അവൾ ഹോട്ടലിൽ മുറിയെടുക്കണോ? അതോ റെയിൽവേ സ്റ്റേഷനിൽ പോയി കിടന്നുറങ്ങണോ? അവൾക്ക് പെയിങ് ഗസ്റ്റായി നിന്നാൽ വേറൊരു തൊഴിലുമില്ലാത്ത ഒരു സ്ത്രീയെയും ഒരു പെയിങ് ഗസ്റ്റായി ഒരു വീട്ടിൽ താമസിപ്പിക്കാൻ ഒരാളും ആഗ്രഹിക്കില്ല. ഒരു ഭർത്താവിൽ നിന്ന് ഒരാഴ്ച മാറി നിൽക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഭാര്യയ്ക്ക് സ്വന്തം വീട്ടിൽ പോകാൻ പറ്റില്ലെങ്കിൽ അവൾ എവിടെ താമസിക്കും?
ഞാനത് തൊട്ടറിഞ്ഞു. എൻ്റെ കൂട്ടുകാരെന്നെ സഹായിച്ചു, മാറി മാറി എന്നെ അവരുടെ വീടുകളിൽ സ്വീകരിച്ചുകൊണ്ട്. പക്ഷേ എല്ലാവർക്കും ഇതുപോലെ കൂട്ടുകാരുണ്ടാകുമോ ഇങ്ങനെ മാറി മാറി സ്വീകരിക്കാനായിട്ട്? ഞാൻ അതുകൊണ്ട് എവിടെയെങ്കിലും ഒരു സ്ഥലം ഞാൻ തുടങ്ങണം. ചിലപ്പോൾ 10 സ്ത്രീകളെ വെച്ചിട്ടോ 15 സ്ത്രീകളെ ഒരു ഹാളിൽ കിടത്തി ഉറക്കിയിട്ടോ ഭക്ഷണം കൊടുത്തിട്ടോ എനിക്ക് ആരംഭിക്കണം. അതൊരു തുടക്കമായിരിക്കും. പിന്നെ നാട്ടിൽ പല സ്ഥലത്തും മറ്റുള്ളവരത് തുടരും എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. സത്യദീപത്തിൽ വന്ന റിപ്പോർട്ടിനെ കുറിച്ച് ഇപ്പോൾ പലരും എന്നെ വിളിച്ച് ചോദിക്കുന്നു. ഇരിഞ്ഞാലക്കുടയിലെ 4 കോൺഗ്രിഗേഷനിലെ 60 സിസ്റ്റേഴ്സിനെ വെച്ചിട്ടാണ് ഈ ഒരു അച്ഛൻ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്. അതിൽ 5% പേർ അസംതൃപ്തരാണ് എന്ന് പറഞ്ഞാൽ 60 പേരിൽ 5% എന്ന് പറഞ്ഞാൽ 3 സിസ്റ്റേഴ്സ്. ഇതൊരിക്കലും ഒരു റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ഒരു പഠനമല്ല. നിങ്ങൾക്കറിയാമോ, ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് ക്വസ്റ്റ്യനെയർ തരും, സഭ തരും, പ്രോവിൻസ് തരും, വേറെ ആളുകൾ വന്ന് തരും. ഞങ്ങളിൽ 50%-ലേറെ പേരും സത്യസന്ധമായി അത് പൂരിപ്പിക്കാറില്ല. ഒരു തമാശ പറയാറുണ്ട്. ഒരു സിസ്റ്റർക്ക് ഒരു ഫോം പൂരിപ്പിക്കാൻ കൊടുത്തപ്പോൾ സെക്സ് എന്ന് എഴുതിയെടുത്ത് മെയിൽ ഓർ ഫീമെയിൽ എന്ന് എഴുതുന്നതിന് പകരം ആ സിസ്റ്റർ നിൽ എന്ന് എഴുതി കൊടുത്തു വന്നു. അപ്പോൾ അയാൾ തിരിച്ച് ഫോം കൊടുത്തിട്ട് പറഞ്ഞു ശരിക്കെഴുത് എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ സിസ്റ്റർ നിൽ എന്ന് വെട്ടിയിട്ട് സംടൈംസ് എന്ന് എഴുതിയെന്ന്. ഇത് തമാശയാണെങ്കിലും ഞങ്ങളുടെ സിസ്റ്റേഴ്സിന് പകുതി ചോദ്യങ്ങൾ മനസ്സിലാകാറില്ല. ഇനി മനസ്സിലായാലും അവർ സത്യം എഴുതാറില്ല. ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങൾക്ക് പേടിയാണ്. ഞങ്ങൾ ഒരിക്കൽ ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങൾ അഭയകളല്ല, ഞങ്ങൾ ഭയകളാണ്, സിസ്റ്റർ ഭയകൾ. അങ്ങനെ ഒരു 99% സിസ്റ്റർ ഭയകൾ ഉള്ള ഈ സമൂഹത്തിൽ എന്നെപ്പോലെ തുറന്നു പറയാൻ ഒരാളും തയ്യാറാകില്ല. ഇന്ന് എന്നെ സ്നേഹിക്കുന്ന അനേകം സിസ്റ്റേഴ്സ് ഇപ്പോൾ ഞങ്ങളുടെ തന്നെ പ്രോവിൻസിലുണ്ട്. ഇന്നലെ കൂടി എൻ്റെ പ്രൊവിൻഷ്യൽ കൗൺസിലറായ ഒരു സിസ്റ്റർ രഹസ്യമായി എന്നെ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. സംസാരം തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ സിസ്റ്റർ പറഞ്ഞു, മറ്റു സിസ്റ്റേഴ്സ് പ്രാർത്ഥന കഴിഞ്ഞ് വരുന്നു, ഞാൻ ഫോൺ വെക്കട്ടെ. ഒളിച്ചൊളിച്ചുള്ള ഫോൺ വിളികൾ. വേറെ കോളേജിൽ ഒരു സിസ്റ്റർ 3 രാത്രി എൻ്റെ ഫ്ലാറ്റിൽ വന്ന് താമസിച്ചു. 2 രാത്രി താമസിച്ച കാര്യം അവൾ സത്യം പറഞ്ഞിട്ടില്ല കോൺവെന്റിൽ. 3-ാം രാത്രി താമസിച്ചത് മാത്രമേ അവൾ പറഞ്ഞിട്ടുള്ളൂ. അവളും ഇന്നലെ കൂടി എന്നെ വിളിച്ചു. അവൾ വിളിക്കുന്നു എന്നറിഞ്ഞ് അവളുടെ മദർ ടെസ്റ്റ് ചെയ്തിട്ട് ആ ഫോൺ ഒരു കുറച്ച് നാൾ കേടാക്കി വെച്ചു. പിന്നീട് ഇപ്പൊ ഇന്നലെ വീണ്ടും അത് നന്നാക്കിയപ്പോഴാണ് അവൾ വിളിച്ചത്. അവിടെ ഏത് ബൂത്തിൽ ചെന്നാലും എന്നെ വിളിക്കും. അവൾ പറയുകയാണ്, ഇവിടെ ഒരുപാട് സിസ്റ്റേഴ്സിനെ ജസ്മിയെ വിളിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പേടിയാണ്. പക്ഷെ എനിക്കറിയാം അവർക്ക് പേടിയാണ്. അവരോടൊക്കെ ഞാൻ സഹതപിക്കുന്നു. ഞാൻ ഇറങ്ങിയതിനോട് തൊട്ടുപുറകെ ഇനിയും ധാരാളം പേർ ഇറങ്ങുമോ എന്ന് പല റിപ്പോർട്ടേഴ്സും ചോദിച്ചു, പല ജനവും ചോദിച്ചു. സിസ്റ്റേഴ്സും അത് ഭയക്കുന്നു. അതുകൊണ്ടാണ് സഭയിൽ നിന്ന് 1 രൂപ പോലും എനിക്ക് തരാതിരുന്നത്. കാരണം ഇനി 10 ആൾ ഇറങ്ങിയാൽ എനിക്കൊരു 10,000 തന്നാൽ 10 ആൾക്ക് 10 വെച്ച് 10,000 വീതം കൊടുക്കാൻ സഭയിൽ നിന്ന് നഷ്ടക്കച്ചവടമല്ലേ. അതുകൊണ്ട് അവർ 1 രൂപ പോലും എനിക്ക് തന്നില്ല. അപ്പോൾ ഞാൻ എന്നെ മനസ്സിലാക്കിയ സിസ്റ്റേഴ്സ് പ്രൊവിൻഷ്യാളമ്മയോട് പറഞ്ഞു, ജസ്മി അങ്ങനെയുള്ള ഒരാളല്ല, ഒരാളെയും ഇറങ്ങാൻ ഒരുക്കി നിർത്തിയിട്ടല്ല ജസ്മി ഇറങ്ങിയിരിക്കുന്നത് എന്ന്. അത് സത്യമാണ്. ഞാൻ ആരെയും ഒരുക്കി നിർത്തിയിട്ടില്ല. പക്ഷെ ആരെങ്കിലും പുറത്തേക്ക് വന്നാൽ സ്വാഗതം. ഞാൻ 2 കൈയും നീട്ടി അവരെ സ്വീകരിക്കും. ഞാൻ സന്യാസ ജീവിതം തുടരുന്നു. അതുതന്നെ അവർക്കും തുടരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനും ഒരു വഴി ഞാൻ എന്നാൽ പാടുള്ള വിധത്തിൽ കാണിച്ചു കൊടുക്കും. കാരണം എനിക്ക് സുഹൃത്തുക്കൾ എന്ന ഒരു സമ്പത്തുണ്ട്. എനിക്ക് നിങ്ങളെല്ലാം ഉള്ള ഒരു സമ്പത്തുണ്ട്. നാട്ടുകാരും വീട്ടുകാരില്ലെങ്കിലും നാട്ടുകാരും സുഹൃത്തുക്കളും എന്നോടൊപ്പം ഉള്ളിടത്തോളം ഞാൻ സമ്പന്നയാണ്, ക്രിസ്തുവിൽ സമ്പന്നയാണ്. നന്ദി. DC ബുക്സിന് പ്രത്യേകം നന്ദി. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. നമസ്കാരം. ബഹുമാനേരി, DC ബുക്സ് സംഘടിപ്പിക്കുന്ന 8ാമത് അന്താരാഷ്ട്ര പുസ്തക മേളയോടനുബന്ധിച്ച് ശ്രദ്ധേയമായ 3 പുസ്തകങ്ങളുടെ പ്രകാശനം ഇപ്പോൾ ഇവിടെ നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. സിസ്റ്റർ ജസ്മി എഴുതിയ ആമേൻ എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനവും അതുപോലെ തന്നെ പ്രശസ്ത ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരവും ഇന്ത്യൻ കോച്ചുമായിരുന്ന ഗ്രെഗ് ചാപ്പലിൻ്റെ 50 കഴിഞ്ഞും യൗവനം പുരുഷന്മാർക്ക് എന്ന പുസ്തകത്തിൻ്റെയും പ്രശസ്ത നീന്തൽ താരമായ ഒളിമ്പ്യൻ ഷെയ്ൻ ഗോൾഡിൻ്റെ 50 കഴിഞ്ഞും യൗവനം സ്ത്രീകൾക്ക് എന്ന പുസ്തകത്തിൻ്റെയും പ്രകാശനമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നത്. ഈ വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്നവർക്കും സദസ്സിലെ നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് ധന്യരാക്കിയ നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമേ തന്നെ ബഹുമാനപ്പെട്ട KM റോയ് സാറിനോട്
ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് നന്ദി പറയുന്നു. എൻ്റെ അധ്യാപകൻ കൂടിയായ കേംബ്രോയ് സാറ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ സംഘടനാപരമായ പ്രശ്നങ്ങൾ കൊണ്ടും ദുഷിച്ച വ്യവസ്ഥിതി കൊണ്ടും ആത്മീയത തന്നെ ഇല്ലാതാകുന്ന ഒരു ക്രിസ്ത്യൻ സഭയാണ് ഇന്ന് നമുക്ക് ചുറ്റുമുള്ളത്. ഒരുപക്ഷെ ഞാൻ വായിച്ചത് എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ വരുന്നത്, ക്രിസ്ത്യൻ സഭയിൽ പൗരോഹിത്യ ശ്രേണിയിലേക്ക് വരുന്നവർ ബ്രഹ്മചര്യം അനുഷ്ഠിക്കണോ വേണ്ടയോ എന്നുള്ളത് പീപ്പിൾ കൗൺസിൽ വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഈ അടുത്തിടെ ഞാൻ വായിച്ചപ്പോൾ അറിയുവാനിടയായത്. ഈ ഒരു സാഹചര്യത്തിൽ അത് ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. സിസ്റ്റർ ജസ്മിയുടെ ആമേൻ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിക്കുകയും ഗ്രെഗ് ചാപ്പലിന്റെ പുസ്തകത്തിന്റെ പ്രകാശനം സ്വീകരിച്ചുകൊണ്ട് നിർവഹിക്കുകയും ചെയ്ത പ്രശസ്ത പത്രപ്രവർത്തകനും കോളമിസ്റ്റുമായ കേംബ്രോയ് സാറിന് DC ബുക്സിന്റെയും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഇനി നന്ദി പറയുവാനുള്ളത് പത്രപ്രവർത്തകയും ആക്ടിവിസ്റ്റുമായ ലീല മേനോനോടാണ്. ഞാൻ പെട്ടെന്ന് ടീച്ചർ എന്ന് പറഞ്ഞു പോയതാണ്. ടീച്ചറിന്റെ 3-4 ക്ലാസ്സുകളിൽ ഇരിക്കുവാൻ ഇടയായിട്ടുണ്ട്, അതുകൊണ്ടാണ് ടീച്ചർ എന്ന് പറഞ്ഞത്. ആമേൻ എന്ന പുസ്തകം സ്വീകരിച്ചുകൊണ്ട് സംസാരിക്കുകയും ഈ ചടങ്ങിനെ സാന്നിധ്യം കൊണ്ട് ധന്യയാക്കുകയും ചെയ്ത ലീല മേനോൻ ടീച്ചർക്ക് DC ബുക്സിന്റെ പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. ഇനി നന്ദി പറയുവാനുള്ളത് സിസ്റ്റർ ജിസ്മിയോടാണ്. DC ബുക്സ് കുടുംബത്തിലെ ഒരു അംഗമായി ഇന്ന് മുതൽ ഒരു അംഗമായി മാറിയിരിക്കുകയാണ് സിസ്റ്റർ ജിസ്മി. അതുകൊണ്ട് തന്നെ ഔപചാരികതയുടെ പേരിലെങ്കിലും അതിലുപരി ഇതുപോലെയുള്ള തുറന്ന വെളിപ്പെടുത്തലുകൾ വഴി കേരള സമൂഹത്തിൽ ഒരു ചർച്ചയ്ക്ക് തുടക്കമിടുവാൻ സാധ്യമായ ഒരു പുസ്തകം എഴുതുവാനും ഇവിടെ പ്രകാശിപ്പിക്കപ്പെടുവാനും കഴിഞ്ഞതിലുള്ള DC ബുക്സിന്റെ നന്ദി ഇപ്പോൾ അറിയിക്കുകയാണ്. ഇനി നന്ദി പറയുവാനുള്ളത് DC ബുക്സിന്റെ ഒരു പ്രധാനപ്പെട്ട ഓതറും കേരളത്തിലെ കരിയർ ഗുരു എന്നറിയപ്പെടുന്ന BS വാര്യർ സാറിനാണ്. സാറും ഇവിടെ 50 കഴിഞ്ഞും യൗവനം എന്നുള്ള പുസ്തകം പ്രകാശനം നിർവഹിച്ചു. സാറിന് DC ബുക്സിന്റെ പേരിൽ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പുസ്തകം ആമേൻ എന്ന സിസ്റ്റർ ജസ്മി എഴുതിയ ആമേൻ എന്ന പുസ്തകത്തെ പരിചയപ്പെടുത്തിയ അഡ്വക്കേറ്റ് ആശയോടും DC ബുക്സിന്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഈ ചടങ്ങിനെ നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ച പുസ്തകപ്രേമികളായ നിങ്ങൾ ഓരോരുത്തർക്കും മാധ്യമപ്രവർത്തകർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇപ്പോൾ ഇതിനെ തുടർന്ന് നടക്കുന്ന കലാകാരനായ മൂർത്തിയും സംഘവും അവതരിപ്പിക്കുന്ന ഫ്യൂഷൻ ഇപ്പോൾ ഈ വേദിയിൽ നടക്കുന്നു. മൂർത്തിക്കും സംഘത്തിനും സ്വാഗതവും അതോടൊപ്പം തന്നെ കൃതജ്ഞതയും ഇപ്പോൾ തന്നെ അറിയിച്ചുകൊള്ളുന്നു.
വെള്ളത്തിൻ്റെ പ്രശ്നമാണ് മാറാൻ പ്രധാന കാരണം. ഇപ്പോൾ വെള്ളം എവിടെയും കിട്ടിത്തുടങ്ങിയെന്നൊക്കെ അത് ആഴം കണ്ണിനു കാണാത്ത കാരുണ്യപൂരമേ, കണ്ണിനു കാണാത്ത കാരുണ്യപൂരമേ, കൈവല്യ സ്നേഹമേ കൈകൊള്ളേ. ആനവും ഭൂമിയും വർണ്ണപ്രപഞ്ചവും ദാനമായി ഈശ്വരൻ വൈഭവമേ. സത്യവും മാർഗവും ജീവനുമങ്ങുതാൻ സർവജസുകൾ തൻ ഉറവിടവും. സത്യവും മാർഗവും ജീവനുമങ്ങുതാൻ സർവജസുകൾ തൻ ഉറവിടവും. സന്മാർഗമെന്നതാരിൽ തെളിയുവാൻ സന്മാർഗമെന്നതാരിൽ തെളിയുവാൻ ഭൂമിയും വർണ്ണപ്രപഞ്ചവും ദാനമായി ഈശ്വരൻ വൈഭവമേ. വാനവും ഭൂമിയും വർണ്ണപ്രപഞ്ചവും ദാനമായി ഈശ്വരൻ വൈഭവമേ. ഒരു യാത്രയുടെ ഇടവേളയിൽ അറിയപ്പെടാത്ത ഒരു ദ്വീപിൽ എത്തിച്ചേർന്ന ഗ്രീക്ക് ഇതിഹാസ നായകൻ യുലിസസും കൂട്ടുകാരും അറിയാതെ കഴിച്ചുപോയ ഒരു പഴം ലോട്ടോസ്.
മയക്കുമരുന്നടങ്ങിയ ആ പഴം വർഷങ്ങളോളം ആ ദ്വീപിൽ അവർ തളച്ചിട്ടു. ലഹരിയുടെ മായാവലയത്തിൽ ആറാടി വീടും നാടും മറന്ന് വർഷങ്ങളോളം പ്രേതങ്ങളെപ്പോലെ അലഞ്ഞു തിരിഞ്ഞു അവർ. യൂലിസസിനെ വഞ്ചിച്ച് മോഹവലയത്തിലാക്കിയ ആ പഴം പുതിയ പേരുകളിൽ, നിറങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ മോഹവലയം തീർക്കുന്ന ദയനീയ കാഴ്ച. അകപ്പെട്ടു പോയാൽ മടങ്ങി വരവില്ലാത്ത നാശഗർഭത്തിന്റെ ഇരകളായി നമ്മുടെ യുവതലമുറ. പുഴുക്കുത്തേറ്റ് വീണ് പിടയുന്ന ഭാവിയുടെ മോഹന വാഗ്ദാനങ്ങൾ. വിദ്യാസമ്പന്നരായ നമ്മുടെ യുവതലമുറ ലക്ഷ്യമില്ലാതെ അലയുന്ന ഹൃദയഭേദകമായ കാഴ്ച. ഒരു കൂട്ടം അമ്മമാരുടെ തോരാത്ത കണ്ണീരിനു മുമ്പിൽ സമൂഹവും വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ തോൽക്കാൻ മനസ്സില്ലാതെ, സ്തംഭിച്ചു നിൽക്കാൻ സമയമില്ലാതെ ഇതാ ഒരു എഴുത്തുകാരി കാക്കിയും തോക്കും മാത്രമല്ല തൂലിക പടവാളാക്കി വരകളും വരികളും തൻ്റെ ചെൽപ്പടിയിലാക്കിയ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ. അനീതിക്കും അക്രമത്തിനുമെതിരെ സന്ധിയില്ലാ സമരത്തിനിറങ്ങിയ ഒരു പോലീസ് IG. ലഹരിയുടെ കാണാക്കയങ്ങളിൽ മക്കൾ നഷ്ടപ്പെടുന്ന 1000 അമ്മമാർക്ക് വേണ്ടി ദീർഘനാളത്തെ പോലീസ് അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ സമൂഹ മനസാക്ഷിയെ തൊട്ടുണർത്താൻ ഒരു അമ്മയുടെ തേങ്ങലുകൾ വരിയായി സമർപ്പിക്കപ്പെടുകയാണ് ഇന്ന്. മനസ്സിലെ മഴവില്ല്, ചെറുമർമരങ്ങൾ, മരണദൂതൻ, നീരാഴിക്കപ്പുറം തുടങ്ങിയ കൃതികൾക്ക് ശേഷം കേരളത്തിലെ പ്രഥമ വനിതാ IPS ഓഫീസർ ശ്രീമതി R. ശ്രീലേഖയുടെ തൂലിക തുമ്പിൽ നിന്ന് പുതുവത്സര സമ്മാനമായി മലയാളിക്ക് ലഭിക്കുന്നു ലോട്ടോസ് തീനികൾ. ഈ ധന്യ മുഹൂർത്തത്തിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്ക് സ്വാഗതം അർപ്പിക്കുവാൻ ഗ്രന്ഥകാരിയായ ശ്രീമതി R. ശ്രീലേഖ IPSനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ആരാധ്യരെ, സുഹൃത്തുക്കളെ, അക്ഷരങ്ങളുടെ, ഗ്രന്ഥങ്ങളുടെ ഈ വിസ്മയ ലോകത്ത് DC ബുക്സ് നടത്തുന്ന ഈ പുസ്തക മേളയിൽ മലയാള സാഹിത്യ ലോകത്ത് ഒരു ശിശുവായ എൻ്റെയും പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുകയാണ്. ലോട്ടോസ് തീനികൾ. എന്താണ് ലോട്ടോസ്, ആരാണ് തീനികൾ എന്നിപ്പോൾ ഞാൻ പറയുന്നില്ല. പക്ഷേ മയക്കുമരുന്നിൻ്റെ ദുരുപയോഗത്തിനെതിരെ ഞാൻ ഓടുന്ന ഒരു ശക്തമായ പടവാളാണ് ഈ നോവൽ എന്ന് മാത്രം പറയുന്നു. 16 വർഷത്തെ ഒരു പ്രക്രിയയായിരുന്നു ഈ നോവലിൻ്റെ പണിപ്പുരയിൽ ഞാൻ ചെയ്തത്, പൂർത്തിയാക്കിയത്. 1991-92 കാലഘട്ടങ്ങളിൽ ഞാൻ തൃശ്ശൂർ ASP ആയിരിക്കുമ്പോൾ പല സ്കൂളുകളിലും കോളേജുകളിലും മിക്കവാറും എല്ലാ ചേരികളിലും നടന്ന മയക്കുമരുന്നിൻ്റെ ദുരുപയോഗങ്ങൾക്കെതിരെ ഒരു ബോധവൽക്കരണ ക്ലാസ് ഞാൻ നടത്തുകയുണ്ടായി. അന്ന് പലരും എന്നെ അനുമോദിച്ചെങ്കിലും ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ഒരു എതിരഭിപ്രായം പറഞ്ഞു. ഇത് പോലീസിൻ്റെ ജോലിയല്ല, മയക്കുമരുന്ന് നിരോധനം എടുത്ത് കളയണം, ഉപയോഗിക്കുന്നവർ ഉപയോഗിക്കട്ടെ, അത് കഴിച്ച് അമിത ഉപയോഗത്തിൽ കഴിച്ച് മരിക്കുന്നവർ മരിക്കട്ടെ, അത്രയും നല്ലത്. കാരണം വളരെ ബലഹീനരായിട്ടുള്ള ആളുകൾ മരിച്ചു പോകുന്നത് തന്നെയാണ് നല്ലത്. നമ്മുടെ രാജ്യത്തിൻ്റെ ജനസാന്ദ്രത വല്ലാതെ കുറയും, രാജ്യം സാമ്പത്തിക അഭിവൃദ്ധി പ്രാപിക്കും, പോലീസിന് മറ്റു പല ജോലികളും ചെയ്യാം, ഇതിന് പുറകെ നടക്കണ്ട. അപ്പോൾ അതൊക്കെ കേട്ടിട്ടുള്ള ഞെട്ടലിൽ നിന്ന് ഉടലെടുത്തതാണ് ഈ നോവലിൻ്റെ ആശയം. ഇത് മാത്രം ആമുഖമായി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഇവിടെ ഞാൻ ഏറെ ആരാധിക്കുന്ന കുറേ പേർ സദസ്സിലും വേദിയിലും ഒക്കെയായി ഉപവിഷ്ടരായിരിക്കുന്നുണ്ട്. ഞാൻ സ്നേഹിക്കുന്ന ഒരുപാട് പേർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എൻ്റെ ബന്ധുക്കളുണ്ട്, സുഹൃത്തുക്കളുണ്ട്. അതിൻ്റെ ആഹ്ലാദം ഞാൻ ആദ്യമായി പങ്കുവയ്ക്കുന്നു. യോഗത്തിൻ്റെ ചടങ്ങിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് നമ്മളുടെ സാഹിത്യ ലോകത്തിലെ, മലയാള സാഹിത്യ ലോകത്തിലെ ഒരു വലിയ ശക്തിയുടെ പ്രതീകമായ സാഹിത്യ നിരൂപണ രംഗത്തിലെ ഒരു വിശിഷ്ട വ്യക്തി എന്ന് തന്നെ പറയാം. കൊടുമുടികളെല്ലാം കീഴടക്കിയ ഒരു അമ്മ, പ്രൊഫസർ ഡോക്ടർ M. ലീലാവതി ആണ്. മാഡത്തിനോട് വളരെ വളരെ ആരാധനയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഇത്രനാളും വളരെ ചെറിയ രീതിയിൽ ഞാൻ എഴുതിയിരുന്നെങ്കിലും എൻ്റെ ഒരു പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ മാഡത്തിൻ്റെ അടുത്ത് പോയിട്ടില്ല. കാരണം അതിനുള്ള അർഹത എനിക്കുണ്ടോ എന്നറിയില്ലായിരുന്നു. പക്ഷേ മാഡം നമ്മുടെ മലയാളത്തിലെ സാഹിത്യ ലോകവും മലയാള ജനതയും മാത്രം
അംഗീകരിക്കുന്ന വ്യക്തിത്വമല്ല. നമ്മുടെ ഭാരത സർക്കാർ പോലും അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്ത് പത്മശ്രീ എന്ന ബഹുമാനം കൊടുത്തിട്ടുള്ളതാണ്. ഈ ഒരു പഴയ കഥയിലേക്ക് പോയാൽ കുറച്ച് എനിക്കൊന്ന് 23 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് IPS കിട്ടുമ്പോൾ അവിചാരിതമായി ലീലാവതി മാഡത്തിൻ്റെ ഒരു കത്ത് എൻ്റെ അമ്മയ്ക്ക് ലഭിച്ചു. അപ്പോൾ അമ്മയ്ക്കും പരിചയം എന്തെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ മഹാരാജാസ് കോളേജിൽ കുറച്ച് നാൾ ഇംഗ്ലീഷ് ഹിസ്റ്ററി അധ്യാപകനായി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് അച്ഛനെ അറിയാവുന്നത് കൊണ്ടാണ് ലീലാവതി ടീച്ചർ ഇങ്ങനെ ഒരു കത്ത് അമ്മയ്ക്ക് അയച്ചത്. എനിക്ക് അയച്ചില്ല, കാരണം എനിക്ക് IPS കിട്ടി എന്ന് പറയുന്നത് എൻ്റെ ഒരു നേട്ടമല്ല, എന്നെ വളർത്തി വലുതാക്കിയ അമ്മയുടെ നേട്ടമാണ് എന്നെ കാണിക്കാൻ വേണ്ടി അയച്ച ആ കത്ത് അമ്മ ഇപ്പോഴും നിധി പോലെ സൂക്ഷിച്ചു വെച്ച് ഇടയ്ക്കിടയ്ക്കെടുത്ത് വായിക്കുകയും എന്നെ കാണിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു ഓർമ്മ എൻ്റെ മനസ്സിൽ വളരെ ആർദ്രമായി നിൽക്കുന്നത് കൊണ്ടാണ് ലീലാവതി ടീച്ചറിനെ തന്നെ ഈ യോഗത്തിൽ എനിക്ക് അധ്യക്ഷയായി കിട്ടണമെന്നും ആഗ്രഹം വന്നതും. അതുകൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി ബഹുമാനത്തോടുകൂടി ലീലാവതി ടീച്ചറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. ശ്രീ C. രാധാകൃഷ്ണൻ അവർകളെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ഒരു കാര്യവുമില്ല. മലയാള ജനതയ്ക്ക് വളരെ പരിചിതമായ സാഹിത്യത്തിലെ ഉന്നതൻ എന്ന് പറയാം, ഒരു മഹാനായ ഒരു വ്യക്തിയാണ്. വളരെ കാലം കൊണ്ട് അദ്ദേഹത്തെയും വളരെയധികം ആരാധനയോടുകൂടി മാത്രമേ എനിക്ക് കാണാൻ സാധിച്ചിരുന്നുള്ളൂ. എൻ്റെ ഏത് ചെറിയ കൃതികളാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ കാൽക്കീഴിൽ വെച്ചിട്ട് ഒരു അനുഗ്രഹം വാങ്ങിക്കുന്നത് വലിയ നിർവൃതിയായി എനിക്ക് തോന്നിയിട്ടുണ്ട്. എൻ്റെ ആദ്യത്തെ പുസ്തകം തൊട്ട് മനസ്സിലെ മഴവില് തൊട്ട് ഞാൻ പ്രകാശനം നടത്തിയ എല്ലാ പുസ്തക പ്രകാശന ചടങ്ങുകളിലും അദ്ദേഹം സജീവ സാന്നിധ്യമായിരുന്നു വന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഒരിക്കൽ പോലും എത്ര വിട്ടിത്വം എഴുതിയാലും എത്ര ചാബല്യങ്ങൾ എഴുതി വെച്ചാലും ഒരിക്കൽ പോലും എന്നോട് ഒരു വിമർശനാത്മക രീതിയിൽ എനിക്ക് മനസ്സിൽ നോവുന്ന രീതിയിൽ അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. എപ്പോഴും പ്രോത്സാഹനം തരികയും എപ്പോഴും അഭിനന്ദിക്കുകയും എപ്പോഴും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ആ വലിയ വ്യക്തിത്വത്തിന് മുമ്പിൽ നമിച്ചുകൊണ്ട് ശിരസ് കുരിച്ചുകൊണ്ട് അദ്ദേഹത്തെ വളരെ സന്തോഷപൂർവ്വം ആദരപൂർവ്വം ശ്രീ C. രാധാകൃഷ്ണൻ സാറിനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീമതി ലീല മേനോൻ, ഞാൻ നീല ചേച്ചി എന്ന് വിളിക്കുന്ന എൻ്റെ സഹോദരിയായി ഞാൻ കാണുന്ന, എൻ്റെ സുഹൃത്തായി ഞാൻ കാണുന്ന ഒരു വലിയ മനസ്സിൻ്റെ ഉടമയായിട്ടുള്ള ഒരു വനിതയാണ്. ഞങ്ങളുടെ പരിചയം 22 വർഷങ്ങളായി തുടങ്ങിയിട്ട്. ഞാൻ ആദ്യമായി കോട്ടയത്ത് ASP അണ്ടർ ട്രെയിനിങ് ആയിട്ട് പോയപ്പോൾ മുതൽ എനിക്ക് നീല ചേച്ചിയുടെ പേനയുടെ ചലനം വളരെ ഇഷ്ടമായിരുന്നു. തൂലിക ചലിപ്പിക്കുന്ന രീതി വളരെ ഇഷ്ടമായിരുന്നു. കാരണം അത് കൂടുതലും സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് ചലിച്ചിരുന്നത്. കുറച്ചുകൂടെ അടുത്തറിഞ്ഞപ്പോൾ തൂലിക ചലിപ്പിക്കുന്നതിൽ മാത്രമല്ല, മാധ്യമ പ്രവർത്തനത്തിൽ മാത്രമല്ല, സാമൂഹ്യ പ്രവർത്തനത്തിലും സ്ത്രീകളുടെ ഉന്നമനത്തിനും വളരെയധികം ഒരു മനസ്സിലൊരാഗ്രഹം കൊണ്ട് നടക്കുകയും അത് ഉറക്കെ പറയുകയും പേനയുടെ ശക്തി കടലാസിലൂടെ പകരുന്നത് പോലെ വാക്കിന്റെ ശക്തി ഉറക്കെ വിളിച്ചു പറയാനും ധൈര്യം കാണിക്കുന്ന ഒരു വലിയ വ്യക്തിത്വത്തിനുടമയാണ് നീല ചേച്ചി. നീല ചേച്ചി ഇന്നലത്തെ ദിവസവും ഇവിടെ ഒരു ചടങ്ങിൽ മറ്റൊരു പരിപാടി പുസ്തക പ്രകാശനമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും എൻ്റെ ഒരു വാശിയും ഇന്ന് കൂടെ വരണം എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചു വരുത്തി ഇതൊന്ന് അനുഗ്രഹമാക്കി തരാനായിട്ട് ഞാൻ പറയുകയായിരുന്നു. ചേച്ചി അത് വളരെ സന്തോഷത്തോടു കൂടി സമ്മതിച്ചു. നന്ദിയുണ്ട്. വളരെ സന്തോഷത്തോടു കൂടി ചാരിതാർത്ഥ്യത്തോടു കൂടി ഞാൻ ശ്രീമതി ലീല മേനോനെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. ശ്രീമതി ശ്രീകുമാരി രാമചന്ദ്രൻ എനിക്ക് മറ്റൊരു ചേച്ചിയാണ്, മുതിർന്ന ചേച്ചിയാണ്. കാരണം വളരെയധികം നാളായിട്ടില്ലെങ്കിൽ പോലും എൻ്റെ ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് ഞാൻ കാണുകയും ഉപദേശം ചോദിക്കുകയും വാങ്ങുകയും ചെയ്യുന്ന, വളരെ എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കുന്ന, വളരെ പ്രസന്നവദനയായിട്ടുള്ള ഒരു ഉത്സാഹത്തിൻ്റെ പ്രതീകം എന്ന് വേണമെങ്കിൽ പറയാം. ശ്രീകുമാരി ചേച്ചി എൻ്റെ നേരത്തെ ഒരു പുസ്തകം പ്രകാശനത്തിന് വന്നിട്ടുണ്ടായിരുന്നു. വളരെ നന്നായിട്ട് പ്രസംഗിച്ചത് കൊണ്ട് കാണികളായിട്ടുള്ള കുറേ പേര് ആരാധകരായി, പ്രത്യേകിച്ച് പുരുഷന്മാർ ആരാധകരായി. ഇപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് ശ്രീകുമാരി ചേച്ചിയുടെ വിശേഷങ്ങൾ. പക്ഷേ പല സ്ഥലത്തു നിന്നും വരേണ്ടതുകൊണ്ട് അവരെല്ലാവരും എത്തിച്ചേർന്നതെന്ന് എനിക്കറിയില്ല. എൻ്റെ മറ്റൊരു നോവൽ നീരാഴിക്കപ്പുറം വായിച്ച് എനിക്ക് വളരെ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു തരികയും പലപ്പോഴും ഞങ്ങൾ പല സ്ഥലങ്ങളിൽ വെച്ച് കണ്ടുമുട്ടുകയും ആശയവിനിമയം നടത്തുകയൊക്കെ ചെയ്യുന്നതാണ്. ശ്രീകുമാരി ചേച്ചിയുടെ വലിയ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സ്റ്റേജിൽ വന്നിരുന്ന അതിന് തോരണങ്ങൾക്ക് ആവശ്യമില്ല. കാരണം ശ്രീകുമാരി ചേച്ചിയുടെ മുഖം തന്നെയാണ് ഏറ്റവും വലിയ ഒരു പ്രകാശം പരത്തുന്ന ഒരു തോരണം എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. വേറെ ഡെക്കറേഷൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുകൊണ്ട് ഇവിടെ വന്ന് പ്രൗഢമാക്കി തന്ന ഈ ചടങ്ങ് പ്രൗഢമാക്കി തന്ന ശ്രീകുമാരി രാമചന്ദ്രൻ എൻ്റെ ചേച്ചിയെ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യും. ശ്രീ
MK ചന്ദ്രശേഖരൻ. അദ്ദേഹം എൻ്റെ ഏറ്റവും വലിയ ഒരു വിമർശകനാണ്. ഞാൻ അദ്ദേഹത്തെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയതും എൻ്റെ കൃതികളെക്കുറിച്ച് ഒരിക്കലും അദ്ദേഹം നല്ല അഭിപ്രായം ആദ്യം പറയില്ല, കുറച്ച് കഴിഞ്ഞിട്ട് പറയും. പക്ഷെ ആദ്യം പറയുന്നത് അതിൻ്റെ മുഴുവൻ കോട്ടങ്ങളും അതിൻ്റെ എല്ലാ പോരായ്മയും വളരെ തുറന്ന ഭാഷയിൽ എന്നെ വേദനിപ്പിച്ചുകൊണ്ട് പലപ്പോഴും അവതരിപ്പിക്കാറുണ്ട്. പക്ഷെ എന്നെ എല്ലാം വായിക്കുകയും ചെയ്യും. എന്തുണ്ടെങ്കിലും ലേഖനമാണെങ്കിലും കഥയാണെങ്കിലും നോവലാണെങ്കിലും എന്തുണ്ടെങ്കിലും അതെടുത്ത് വായിച്ച് അതൊരു വിമർശന രീതിയിൽ കണ്ട് ആദ്യം എന്നെ വിളിച്ചിട്ട് അതിങ്ങനെ എഴുതേണ്ടത് ഇങ്ങനെ ആയിരുന്നില്ല, അതിനിങ്ങനെ തെറ്റുകൾ പറ്റി, പാളിച്ചകൾ പറ്റി, കോട്ടങ്ങൾ പറ്റി എന്ന് പറയുന്ന രീതിയിലൂടെ എൻ്റെ ഹൃദയത്തിൽ എവിടെയോ സ്ഥാനം പിടിച്ച എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരനാണ് ശ്രീ MK ചന്ദ്രശേഖരൻ. അദ്ദേഹം വളരെ ദൂരെ നിന്ന് ഒരുപാട് തിരക്ക് ഇതിന് ശേഷവും ഉണ്ട്, 7 മണിക്ക് പോകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും ഇവിടെ വന്ന് ഇത് ധന്യമാക്കി തന്നു. അദ്ദേഹത്തിൻ്റെ ഒരു നല്ല വിമർശനാത്മകമായ പ്രസംഗം പ്രതീക്ഷിക്കുന്നു. വളരെ സ്നേഹത്തോടു കൂടി ഞാൻ ശ്രീ MK ചന്ദ്രശേഖരൻ അവരുടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ രവി DC, അദ്ദേഹമാണ് ഈ ചടങ്ങിന്റെ സംഘാടകൻ. അദ്ദേഹമാണ് ഇത് മുഴുവനും ഒരുക്കിയതും ഇവിടെ എല്ലാം ചെയ്തതും. അതുകൊണ്ട് ഇവിടെ സ്വാഗതം എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ നടത്തേണ്ടതില്ല. എങ്കിലും ഔപചാരികതയുടെ പേരിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയേണ്ടതുണ്ട്. കാരണം എൻ്റെ 4 പുസ്തകങ്ങൾ ഇതിന് മുൻപ് പ്രസിദ്ധീകരിച്ചത് DC ബുക്സ് ആയിരുന്നു. അപ്പോഴൊന്നും കാണിക്കാത്ത ഒരുതരം വാശിയും ഒരു ദുശ്ശാഠ്യവും ഞാൻ ഈ പുസ്തകത്തിൻ്റെ പേരിൽ ശ്രീ രവി DC കാണിച്ചിട്ടുണ്ട്. രവി DC മാത്രമല്ല, DC ബുക്സിലെ പലരെയും ഞാൻ വിളിച്ച് പല സമയവും അതെന്തായെന്ന് ചോദിക്കുകയും അല്ലാതെ ഒരു സമ്മർദ്ദം ചെലുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് എന്ന് എനിക്കറിയാം. പക്ഷേ എനിക്കറിയാം ഒരു ചേച്ചിയുടെ സ്ഥാനത്ത് നിന്ന് ചെയ്യുന്ന അല്ലെങ്കിൽ കുറേ നാളുകൊണ്ട് ഞാൻ എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ ഒരു വേദനയും, ഒരു അമ്മ ഒരു കുട്ടിക്ക് ജന്മം നൽകുന്ന ഒരു പ്രക്രിയ പോലെയാണല്ലോ ഒരു പുസ്തകം എഴുത്തെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വേദനയിൽ ഞാൻ ചെയ്തതാണ് എന്ന് മനസ്സിലാക്കി എന്നോട് സദയം ക്ഷമിച്ചുകൊണ്ട് ഭാവിയിൽ വീണ്ടും ഇതുപോലെ നല്ല നല്ല പുസ്തകോത്സവങ്ങൾ നടത്തുവാൻ ഇടവരട്ടെ എന്നും ഒരുപാട് നല്ല പുസ്തകങ്ങൾക്ക് ജന്മം നൽകുവാൻ DC ബുക്സിന് സാധിക്കട്ടെ എന്നും ആ പൈതൃകം, മഹത്തായ പൈതൃകം വീണ്ടും കാത്തു സൂക്ഷിക്കാൻ ഇടവരട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഞാൻ ഔപചാരികതയുടെ പേരിൽ ശ്രീ രവി DCയെയും ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇനിയും സ്വാഗതം പറയേണ്ടത് ഇവിടെ കൂടിയിരിക്കുന്ന എനിക്ക് വളരെ പ്രിയപ്പെട്ടവരായ നിങ്ങളെ എല്ലാവരെയുമാണ്. പലരെയും ഞാൻ നേരിട്ട് വിളിച്ച് വരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എൻ്റെ ഒരേ ഒരു ആഗ്രഹം, ഇവിടെ ഒരു ചടങ്ങ് നടക്കുമ്പോൾ ഒഴിഞ്ഞു കിടക്കാൻ പാടില്ല എന്ന വലിയൊരു ആഗ്രഹമുണ്ടായിരുന്നു. പുസ്തകം വിറ്റുപോയില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ചടങ്ങ് വളരെ നല്ല രീതിയിൽ നടത്തണം എന്നുള്ള വേറൊരു ദുശ്ശാഠ്യം, അതിൻ്റെ പേരിൽ ഞാൻ വളരെ ബുദ്ധിമുട്ടി പലരെയും ഇവിടെ ക്ഷണിച്ചിട്ടുണ്ട്. അത് വളരെ സന്തോഷപൂർവ്വം ഒരു ഉത്സവമായി നിങ്ങളത് കൊണ്ടാടി എല്ലാ ആത്മാവ് കൊണ്ടും നിങ്ങളുടെ എല്ലാ മനസ്സുകൊണ്ടും സഹകരിച്ചതിന് വളരെയധികം സന്തോഷമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എനിക്ക് പേരെടുത്ത് പറയാതിരിക്കാൻ വയ്യാത്ത കുറച്ച് പേരുണ്ടെങ്കിൽ പോലും ഞാൻ എല്ലാവരെയും പറയുന്നില്ല. എന്നാലും 2 3 പേരുടെ പേര് പറയേണ്ടിയിരിക്കുന്നു. കാരണം എൻ്റെ ഭർത്താവ് പുറകിലൊരു മൂലയിൽ നിൽപ്പുണ്ട്. അദ്ദേഹമാണ് വളരെയധികം ത്യാഗം സഹിച്ചത്. 16 വർഷമായിട്ട് അദ്ദേഹം സഹിക്കുന്ന ത്യാഗമാണ്. ഈ പുസ്തകത്തിൻ്റെ പുറകെ, ഈ ആശയത്തിൻ്റെ പുറകെ ഞാൻ കിടന്ന് ഭ്രാന്ത് പിടിച്ച് ഓടുമ്പോൾ ഓരോ പ്രാവശ്യം എഴുതി കഴിഞ്ഞ് കീറിക്കളയുമ്പോഴും ഒക്കെ അത് കണ്ടുകൊണ്ടും സഹിച്ചുകൊണ്ട് നിൽക്കുന്ന ആളാണ്. കൂടാതെ ഇത് എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യമായി കാണിച്ചതും അദ്ദേഹത്തെയാണ്. നന്ദി പറയാതിരിക്കാൻ വയ്യ. എൻ്റെ മകൻ ഒരിക്കലും എൻ്റെ പുസ്തകങ്ങളോ എൻ്റെ ലേഖനങ്ങളോ ഒന്നും വായിച്ചിട്ടില്ല. പക്ഷേ ഇതിനെക്കുറിച്ച് കുറേയൊക്കെ അറിവ് നേടി വായിച്ചിരുന്നു. എനിക്ക് തലക്കെട്ട് മാറ്റരുത് എന്നോട് പറഞ്ഞു. നല്ല പുസ്തകമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊക്കെ എനിക്ക് വളരെയധികം പ്രചോദനവും പ്രോത്സാഹനവും തന്ന മകന് വേണ്ടിയിട്ട് ഞാൻ ഈ പുസ്തകം സമർപ്പിച്ചിരിക്കുകയാണ്. പിന്നെ എൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തുണ്ട്, ശ്രീ മധു വാസുദേവൻ. വളരെ കാലത്തെ സുഹൃത്ത് ബന്ധമാണ്. ശ്രീ മധു വാസുദേവൻ്റെ കയ്യിൽ ഞാൻ ഒരുപാട് ആശയങ്ങൾ ഈ പുസ്തകത്തിൻ്റെ എഴുത്തിനിടയിൽ സ്വീകരിച്ചിട്ടുണ്ട്. വേറൊരു ഫ്രണ്ട്, ഒരു കൂട്ടുകാരി ഷീബ രാധാകൃഷ്ണൻ, ഷീബയോടും എനിക്ക് കടപ്പാട് കുറച്ചധികം ഉണ്ട്. എൻ്റെ അമ്മ ഇവിടെ മുന്നിൽ ഇരിപ്പുണ്ട്. അമ്മ എന്ന് പറയുന്നതിൻ്റെ പ്രചോദനം ഒന്ന് വേറെ തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ. എങ്കിലും അമ്മ, മറ്റ് പല ബന്ധുക്കൾ, എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ, അങ്ങനെ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പ്രിയ മാധ്യമ സുഹൃത്തുക്കളെയും വളരെ പ്രിയപ്പെട്ട എൻ്റെ എപ്പോഴും സഹകരണം നൽകിയിട്ടുള്ള എൻ്റെ പത്രമാധ്യമ സുഹൃത്തുക്കളെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും സഹപ്രവർത്തകരെയും ഒക്കെ സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം സുസ്വാഗതം. മാം, വാക്കുകളാൽ മായാവലയം തീർത്ത് വായനക്കാരെ അവരറിയാത്ത വഴികളിലൂടെ നടത്തി യാഥാർത്ഥ്യങ്ങളുടെ തേരിലേറ്റി പറക്കുന്ന ഒരു എഴുത്തുകാരൻ.
ഗ്രാമത്തിന്റെ ഭൂതകാല സ്മരണകൾ നക്ഷത്രം പോലെ ജ്വലിപ്പിച്ച് നമുക്ക് നഷ്ടപ്പെട്ട ഭൂതകാല ഗ്രാമീണ സൗന്ദര്യത്തിലേക്കും ഒപ്പം വർണ്ണാഭമായ ഭാവിയിലേക്കും കൈപിടിച്ച് നടത്തുന്ന മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഗ്രന്ഥകാരൻ. ചരിത്ര സത്യങ്ങളെ സമന്വയിപ്പിച്ച് തമസിലെങ്ങോ മറഞ്ഞിരിക്കുന്ന സന്ധ്യാതിരി കൊളുത്തിയ നടുമുറ്റങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന മൺമറഞ്ഞുപോയ നമ്മുടെ സാംസ്കാരിക പൈതൃകങ്ങളെ എല്ലാം മറന്നുപോയ മലയാളിക്ക് വീണ്ടും പരിചയപ്പെടുത്തുന്ന നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ ശ്രീ സി രാധാകൃഷ്ണൻ. അവാർഡുകളും പാരിതോഷികങ്ങളും ഒന്നിനു പുറകെ ഒന്നായി തേടിയെത്തുമ്പോഴും വിനയം വിടാതെ കേരളത്തിന്റെ കലാകാരൻ ബഹുമാന്യനായ ശ്രീ സി രാധാകൃഷ്ണനെ ലോട്ടസ് കിണികൾ എന്ന ശ്രീമതി ശ്രീലേഖ IPSന്റെ നോവൽ പ്രകാശനം ചെയ്യാൻ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. പുസ്തകത്തിന്റെ ആദ്യ പ്രതി ഏറ്റുവാങ്ങാൻ മലയാള നിരൂപണ സാഹിത്യത്തിന്റെ അമ്മയായ ഡോക്ടർ M ലീലാവതിയെ ബഹുമാനപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. മലയാള നിരൂപണ സാഹിത്യത്തിൽ ഒരു സ്ത്രീ സാന്നിധ്യം, അതെ, ഒരേയൊരു സ്ത്രീ സാന്നിധ്യം, ചടുലമായ വാക്കുകൾ, മുഖം നോക്കാതെയുള്ള വിമർശനം, നിരൂപണ സാഹിത്യത്തിൽ തനതായ അധ്യായം എഴുതി ചേർത്ത ഉത്തമയായ ഒരു പഴയ അധ്യാപിക, ഒരു കടലോളം സ്നേഹവാത്സല്യങ്ങൾ ഉള്ളിലൊളിപ്പിച്ച ശിഷ്യരെ വരികിപ്പിക്ക് നിർത്തുന്ന ഗുരുവിൻ്റെ പക്വതയാർന്ന ശൈലി, അതെ, ആരും പരിചയപ്പെടുത്താതെ തന്നെ എല്ലാവരും അറിയുന്ന ആ പേര് ഡോക്ടർ M ലീലാവതി. കഥയും കവിതയും വിവർത്തനങ്ങളും തീർന്നില്ല ആത്മകഥകളും എല്ലാം മലയാളിക്ക് കാഴ്ചവെച്ച മലയാള നിരൂപണ സാഹിത്യത്തിന് തൻ്റെതായ ശൈലി പകർന്ന തറവാട്ടമ്മ ഇന്ന് ഈ നിറസന്ധ്യയിൽ ഈ സദസ്സിന് വാക്കുകളാൽ പുനഃതിരിച്ചെളിയിക്കാൻ ബഹുമാന്യയായ ഡോക്ടർ M ലീലാവതിയെ അധ്യക്ഷ പ്രസക്തനായി വിനയപുരസരം ക്ഷണിച്ചുകൊള്ളുന്നു. പറയുന്നതായി പഠിക്കേണ്ട കാലം കഴിഞ്ഞിട്ടും പിന്നെയും ജീവിച്ചിരിക്കുന്നത് ജീവിതത്തിൽ ചില ധന്യ അനുഭൂതി നിമിഷങ്ങൾ ബാക്കിയുണ്ടാവാം എന്നുള്ളത് കൊണ്ടാണ്. ഇന്നലെ അങ്ങനെ ഒരു സന്ദർഭം ആയിരുന്നു. ഇന്ന് വേറൊരു മുഹൂർത്തം ആണ്, ഒരു ധന്യ മുഹൂർത്തം ആണ്. അപ്പം ഇങ്ങനെ ചില അനുഭവങ്ങൾക്ക് വേണ്ടിയാണ് എന്നെ പോലുള്ളവരൊക്കെ കാലം കഴിഞ്ഞിട്ടും പിന്നെ ജീവിച്ചിട്ടുണ്ട്. ഏതായാലും എനിക്ക് ഈ പുസ്തകത്തിൻ്റെ പ്രകാശനം എനിക്ക് വളരെ ധന്യത നൽകുന്ന ഒന്നാണ്. ശ്രീമതി ശ്രീലേഖ പറഞ്ഞല്ലോ, പുസ്തകത്തിൽ അമ്മയ്ക്ക് ഒരു എഴുത്ത് ഞാൻ അയച്ചു എന്ന്. അത് ഒട്ടധികം ആഹ്ലാദം അന്ന് തോന്നി എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. സ്ത്രീകൾ ഇങ്ങനെയുള്ള രംഗത്ത് മുന്നോട്ട് വരണം എന്ന അഭിലാഷം എനിക്കുണ്ട്. എനിക്ക് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും അവൾക്ക് സിവിൽ സർവീസ് പരീക്ഷ എഴുതാനും ഇങ്ങനെ ഒരു സെലക്ഷൻ കിട്ടാനും ഭാഗ്യമുണ്ടാവുമായിരുന്നു. ഇതൊക്കെ എങ്കിലുകൾ മാത്രമാണ്. അങ്ങനെയെങ്കിൽ തീർച്ചയായും ഞാൻ അതിനങ്ങേയറ്റത്തോളം പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. ശ്രീലേഖയുടെ അമ്മ ആണ് ഏറ്റവും അധികം അഭിനന്ദനം അർഹിക്കുന്നത്. ഞാൻ അഭിനന്ദിക്കുന്നത് ശ്രീലേഖയെ അല്ല, ശ്രീലേഖയുടെ അമ്മയെ ആണ്. കാരണം ആ അമ്മ അത്ര പ്രയത്നിച്ചിട്ടുണ്ടാവണം മക്കളെല്ലാവരും, ശ്രീലേഖ മാത്രമല്ല മറ്റു മക്കളും എല്ലാം നല്ല നിലയിൽ എത്തത്തക്കണം. അതൊരമ്മയുടെ ജീവിതത്തിലെ യജ്ഞം തന്നെയാണ്. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്,
സഹയജ്ഞ പ്രജാസ്തിത്വ പുരോവാച പ്രജാപതിക്കുന്നു. സഹയജ്ഞരായിട്ടാണ് മനുഷ്യര് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. യജ്ഞം എന്നൊരു കർമ്മം നമ്മൾ ജനിക്കുമ്പോൾ കൂടെ കൊണ്ടുവരാൻ സാധ്യമല്ലല്ലോ. അതിൻ്റെ അർത്ഥം ത്യജിക്കാനുള്ള വാസനയോടുകൂടി നമ്മൾ ജനിക്കുന്നു. എല്ലാ മനുഷ്യരും ത്യജിക്കാനുള്ള വാസനയോടുകൂടി ജനിക്കുന്നു, ഭുജിക്കാനുള്ള വാസനയോടും കൂടി ജനിക്കുന്നു. രണ്ടു വാസനകളും ഉണ്ട്, ത്യജിക്കാനും ഭുജിക്കാനും. പക്ഷെ ഭുജിക്കാനുള്ള വാസന നമ്മളെപ്പോഴും പരിപോഷിപ്പിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നുവെങ്കിലും ത്യജിക്കാനുള്ള വാസനയെ തളർത്തുകയാണ്. ഭുജിക്കാനുള്ള വാസനയെ വളർത്തുന്നു, ത്യജിക്കാനുള്ള വാസനയെ തളർത്തുന്നു. അതാണ് സാധാരണ മനുഷ്യരുടെ സ്വാർത്ഥതാൽപരരായിട്ടുള്ള എല്ലാ സാമാന്യ മനുഷ്യരുടെയും സ്വഭാവം. പക്ഷെ സ്ത്രീകൾ പ്രത്യേകിച്ചും ഈ സഹയജ്ഞ പ്രജാസ്തിത്വ എന്നുള്ള വിശേഷണം മാതാക്കളാവുമ്പോൾ അതിലും ഏറെ അവർ ജീവിതത്തിലേക്ക് അവരറിയാതെ തന്നെ വിവർത്തനം ചെയ്യുന്നവരാണ്. മക്കൾ ഉണ്ടായാൽ പിന്നെ ആ മക്കൾക്ക് വേണ്ടി എന്തും രചിക്കാൻ ഒരു ശരിയായ അമ്മയാണ് എങ്കിൽ തയ്യാറാവും. എന്തും രചിക്കാൻ, എന്തും എന്ന് പറയുന്നത് ഒന്നും തന്നെ ബാക്കിയില്ല. മക്കൾക്ക് വേണ്ടി എന്തും രചിക്കാൻ ഒരു ശരിയായ അമ്മ തയ്യാറാവും. അങ്ങനെ തൻ്റെ വ്യക്തിപരമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട് മക്കളുടെ ഉത്കർഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ലോകത്തിലെ ഒരുവിധം എല്ലാ അമ്മമാരും. അപ്പോൾ ശ്രീദേവിയുടെ അമ്മയുടെ മാത്രം സ്വഭാവമല്ല, അമ്മമാര് അങ്ങനെയാണ്. അവരെ മക്കൾക്ക് വേണ്ടി ലോകത്തിന് മുഴുവൻ വേണ്ടിയൊന്നും ജയിച്ചില്ലെങ്കിലും അവരുടെ മക്കൾക്ക് വേണ്ടി എന്തും ജയിക്കാൻ തയ്യാറായിട്ടുള്ളതാണ്. ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും എനിക്കറിയില്ല. കാർഷിക 4, 8, 10. ഇനി വല്ല ഇതുണ്ടോ, ബില്ലുണ്ടോ? ഇതിന് ബില്ല് തന്നെയാണ് ഞങ്ങളോട് അടിച്ചിട്ടുണ്ടെന്ന്.